പ്രിയമുള്ളവരെ, ദേലമ്പാടിക്കാരൻ ഒരു മുഷാവറ ആളാണെന്ന് പറയുന്ന ഒരു ധാരിമിയുടെ പ്രഭാഷണം കേട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് 1989 വരെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ പേര് നിസ്കാരത്തിൽ ഓർത്ത് ആകെ പൊല്ലാപ്പായിരിക്കുകയാണ്. ആ ധാരിമി പറയുന്നത്, നിസ്കാരത്തിൽ എന്തെങ്കിലും ഖവാത്തിറുകൾ വന്നാൽ ആ സ്ഥാനത്ത് ആ സെക്രട്ടറിയെ ഓർത്താൽ മതി. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, നിങ്ങളും വേണമെങ്കിൽ ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ചെയ്യുകയും മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു. അതടിസ്ഥാനത്തിൽ ഇങ്ങനെ ചിന്താഗതിയുള്ള നമ്മളൊരു സുഹൃത്ത് നിസ്കരിക്കാൻ നിന്നു. ആ സമയത്ത് അദ്ദേഹം ഈ പറയപ്പെട്ട ആളെ ഓർത്തപ്പോൾ നിസ്കാരം ആകെ കുളമാകുകയാണ് ചെയ്തത്. ഇഖ്ലാസ് കൂടുതൽ കിട്ടാനും ഖുശൂ കിട്ടാനുമൊക്കെ പറയപ്പെട്ട ഉപാധി മരുന്നായിരുന്നു ആ വ്യക്തിയെ ഓർക്കുക എന്നുള്ളത്. എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ ഓർത്തപ്പോൾ നിസ്കാരം ആകെ കുളമാവുകയും നിസ്കാരത്തിലുള്ളത് വീട്ടിലുള്ളത് നാട്ടിലെത്തി എന്ന് പറഞ്ഞതുപോലെ നിസ്കാരത്തിലുള്ള ആൾ പിന്നെ നിസ്കാരത്തിൽ അല്ലാതെയാകുന്നൊരവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചത് എന്നാണ് അറിഞ്ഞത്. കാരണം 89-ലുണ്ടായ ദൗർഭാഗ്യകരമായ ആ വ്യക്തിയുടെ നീക്കങ്ങളും രേഖകളും മറ്റും ചർച്ചയ്ക്ക് വരികയും അങ്ങനെ അതിൻ്റെ ശേഷം ഉണ്ടായ കൊലപാതകങ്ങളടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അങ്ങോട്ട് ഓർമ്മ വന്നു. ഈ വ്യക്തിനെ ഓർക്കുമ്പോഴാണല്ലോ അതിന് അനന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓർമ്മ വരല്. അപ്പോൾ ഇദ്ദേഹം നല്ല നിലക്ക് ഈ ധാരിമി പറഞ്ഞതൊന്ന് പരീക്ഷിച്ചു നോക്കുക, നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നുണ്ട്, നല്ല കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്തതായിരുന്നു. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ആ ഓർത്തത് കൊണ്ട് നിസ്കാരം തന്നെ ഇല്ലാതെയായി എന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ പഴയ കാലത്തുണ്ടായ സംഭവങ്ങളും ആ വ്യക്തിയുമായി ചുറ്റിപ്പറ്റിയുള്ള കഥകളും സമസ്തയിൽ പ്രശ്നങ്ങളുണ്ടായതും യഥാർത്ഥ സമസ്ത പുനഃസംഘടിപ്പിക്കേണ്ടി വന്നതും അതിൻ്റെ ശേഷം നാട്ടിലുണ്ടായ കൊലപാതകങ്ങളും ഇങ്ങനെ ഒരു പരമ്പര തന്നെ ഇദ്ദേഹം ആണ് ചിത്രീകരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിനൊക്കെ ആ ഓർക്കലൊരു കാരണമായി. അപ്പോൾ ഇദ്ദേഹം ജനങ്ങളുടെ നിസ്കാരം കുളമാക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിറങ്ങിയ ഒരു ദൂതനാണോ എന്ന് സംശയിക്കുകയാണ്. മുഷാവറ അങ്ങാണ് എന്നൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാറുണ്ട്. സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളുടെ ജൽപ്പനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മുമ്പ് തന്നെ അപവാദ പ്രചരണങ്ങൾ പലതും നടത്തി പ്രാക്ടീസുള്ള ആളാണ് അദ്ദേഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉള്ളാൾ തങ്ങൾ കാഫർ എന്നുള്ള പ്രസ്താവന നടത്തുകയും അത് കാരവൽ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. നിഷേധം വന്നതായി നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരാളുടെ നിസ്കാരം കർമ്മപരമായുള്ള പവറും ബാത്തിലാക്കാനും വിശ്വാസപരമായുള്ള ഈമാൻ തെറ്റിയവനാണെന്ന് പ്രഖ്യാപിക്കാനും യാതൊരു ലജ്ജയുമില്ലാത്ത, ഉളുപ്പില്ലായ്മ വളരെയധികം കൂടുതലുള്ള, വലിയ തലിക്കെട്ടുള്ള ഒരാളാണ് എന്ന് അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതും കൂടി പരീക്ഷിച്ചറിഞ്ഞപ്പോൾ ആളുകളുടെ നല്ല നിസ്കാരത്തിനെ ബാത്തിലാക്കാനുള്ള കുതന്ത്രങ്ങളാണ് ഇദ്ദേഹം ഒപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിവരദോഷികളായ ആളുകൾ പറയുന്ന തോന്നിവാസങ്ങൾക്കനുസരിച്ച് സാധാരണക്കാരോ മറ്റോ മുഷാവറൊക്കെയാണ് എന്ന് പറഞ്ഞ് വലിയ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഇദ്ദേഹം പറയുന്ന വഴിക്ക് സഞ്ചരിച്ച് അവരുടെ ഇബാദത്ത് ബാത്തിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് ന്യായീകരണമായി അവരുടെ സൈബർ വിങ് കുറേ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷെയ്ഖിനെ ഓർക്കണം നിസ്കാരത്തിൽ എന്ന്. അതൊക്കെ പുതിയ പുതിയ ത്വരീഖത്തുകാരാണെന്ന് പറഞ്ഞ വ്യാജ ത്വരീഖത്തുകാരുണ്ടാക്കി തീർത്ത ഒരു ദുരൂഹമായ നിയമങ്ങളാണ്. ഇസ്ലാമിക ശരീഅത്തിൽ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഒരു വ്യക്തിയെ ഓർക്കുന്നതിന് പകരം വേറെ ഒരു കാര്യം കൂടി ഓർക്കാൻ പാടില്ല എന്നും ആഖിറത്തിൻ്റേതടക്കമുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കരുത് എന്നുമാണ് ഗ്രന്ഥങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നത് കാണാം, നിസ്കാരത്തിൽ പ്രത്യേകമായ സുന്നത്താണ് നിസ്കാരത്തിൽ വളരെ ഉന്മേഷത്തോടുകൂടെ പ്രവേശിക്കണമെന്നുള്ളത്.
അതിന് ശേഷം പറയുന്നു ഫറാഗി കൽബിൻ, ഹൃദയം ഒഴിവാകണം, അനിശവാഗിൽ, എല്ലാ ചിന്താധാരകളെ തൊട്ടും, ലിഅന്നഹു അഅ്വനു അലൽ ഖുശൂ, അത് ഖുശൂ കിട്ടാൻ ഏറ്റവും സഹായകമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തെളിവായി ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഓർമ്മ വന്നാൽ, ഒരാളുടെ മനസ്സിൽ നിർബന്ധിതമായിട്ട് അങ്ങനെ ഒരു ചിന്താഗതി വന്നാൽ നിസ്കാരത്തിൻ്റെ സവാബ് വാത്തിലാകുമോ നഷ്ടപ്പെടുമോ എന്ന ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഉദ്ധരിക്കുന്നു ഖൗലുൽ ഖാദി യുക്റഹു അൻ യതഫക്കറ ഫീ ഉമൂരിൻ ദുന്യവിയ്യിൻ ഔ മസ്അലത്തിൻ ഫിഖ്ഹിയ്യ, നിസ്കാരത്തിൽ ദുന്യവിയായ കാര്യം ചിന്തിക്കൽ കറാഹത്താണ്. ഔ മസ്അലത്തിൻ ഫിഖ്ഹിയ്യ, ഫിഖ്ഹിയായ ഒരു മസ്അലയാണ് നിസ്കാരത്തിൽ ചിന്തിക്കേണ്ടത്, ദീനിയായ ശർഈയായ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അതുപോലും പാടില്ല, കറാഹത്താണ് എന്നാണ് ഖാദി അവറുകളുടെ വീക്ഷണം. ആ വീക്ഷണത്തിനെ തന്നെയാണ് ഇമാം ഷർബീനി മുഗ്നിയിലും ഇമാം റംലി നിഹായയിലും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഷെർവാനി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് അതിൻ്റെ നിയമം. അത് ദുന്യവിയായ ചിന്തല്ലേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ചിലർ ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹത്തെ. എന്നാൽ കിതാബുകളിൽ, നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരം നേടിയ ഫത്ഹുൽ മുഈനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഷെർവാനിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വഇൻ തഅല്ലഖ ബിൽ ആഖിറത്തി, ആഖിറവുമായി ബന്ധപ്പെട്ട ചിന്തയാണെങ്കിൽ പോലും നിസ്കാരത്തിൽ അത്തരം ചിന്തകളൊന്നും പാടില്ല എന്ന് ഖുർദി ഇമാം പറഞ്ഞതായി ഇമാം ഷെർവാനി 2:102 ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഫത്ഹുൽ മുഈൻ 1:125 ഇആനത്തു ത്വാലിബീൻ വ്യാഖ്യാനിച്ചത് ഫറാഗി ഖൽബിൻ മിന ശവാഗിൽ ലിഅന്നഹു അഖ്റബു ഇലൽ ഖുശൂ വസുന്ന ഫീഹാ കുല്ലിഹാ ഐ ഫീ സ്വലാത്തിഹി കുല്ലിഹാ ഖുശൂഉൻ ബിഖൽബിഹി ബിഅൻ ലാ യഹ്ദുറ ഫീഹി ഗൈറ മാ ഹുവ ഫീഹി, നിസ്കാരത്തിൽ അവൻ ഉൾക്കൊള്ളുന്ന, അവൻ എന്തെന്നിലാണോ ഉള്ളത് ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഖിറാഅത്തുകൾ, ദിക്ർ, അതിൻ്റെ മാനകൾ ചിന്തിക്കുക തുടങ്ങിയതല്ലാത്ത, നിസ്കാരവുമായി ബന്ധമില്ലാത്ത എത്ര വലിയ ജനസെക്രട്ടറി ശരി, അത്ര ആൾക്കാരെ ഓർക്കാതിരിക്കുക. വഇൻ തഅല്ലഖ ബിൽ ആഖിറ, ആ ഓർക്കുന്ന കാര്യം ഖബർ പോലുള്ള ആഖിറവുമായി ബന്ധപ്പെട്ടതോ ബർസഖിയായ ലോകവുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ പോലും പാടില്ല, എതിരാണ് സുന്നത്തിന് എന്ന് പറയുമ്പോൾ. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് ഒരു സൈന്യത്തെ സജ്ജമാക്കി എന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രശ്നമാവൂലേ എന്ന ചോദ്യം വന്നപ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് അവർ അങ്ങനെയുള്ള ഭൗതികമായ ഒരു വിഷയം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ചിന്ത അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റകരമോ അല്ലെങ്കിൽ വിമർശനാർഹമോ അല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും, ചിലർ അദ്ദേഹം ദീനിന് വേണ്ടി സേവനത്തിന് പോയ ആളുകളെ സജ്ജമാക്കുകയാണല്ലോ, അത് ഉഖ്റവിയായ കാര്യത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത്തരം വ്യാഖ്യാനങ്ങൾക്ക് പോലും ഒരു അവസരം നൽകാത്ത രീതിയിലാണ് ഈ ഓർക്കൽ നടത്തണമെന്ന് ഈ ദാരിമി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ തുഹ്ഫയിലും ഷെർവാനിയിലും ഇആനത്തു ത്വാലിബീൻ 1:125 ഒക്കെ പറഞ്ഞത് ഭൗതികമായ ഒരു വ്യക്തിയെയോ ഒരു വിഷയത്തെയോ ഏതായാലും ചിന്തിക്കാൻ പാടില്ല. ഉഖ്റവിയായ വിഷയം ചിന്തിക്കാമോ എന്ന വിഷയത്തിൽ മാത്രമേ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ, അതും പാടില്ല എന്നാണ് അതിൻ്റെ പ്രബലമായ വീക്ഷണമെന്നും ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മോട് പറയുന്നു. അതാണെന്നിരിക്കെ ജനങ്ങളുടെ നിസ്കാരത്തിനെ കൂടി പഴപ്പിക്കാൻ അവരുടെ സംഘടനയെ ഏതായാലും ഇവർ മുല്ലക്കോയ തങ്ങളുടെ റൂട്ടിൽ നിന്നും പഴപ്പിച്ച് കുറേ ആൾക്കാരെ ഇതാണ് മുല്ലക്കോയ തങ്ങളുടെ റൂട്ടെന്ന് പറഞ്ഞുകൊണ്ട് വഹാബികളുമായി ബന്ധം സ്ഥാപിച്ച് അവർക്ക് സലാം ചെല്ലുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നു. 10-30 വർഷത്തോളമായിട്ട് അവരൊരു സംഘടനയ്ക്ക് ആ പേരിട്ടുകൊണ്ട്. എന്നതുപോലെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ള ഈമാനിനെ പോലും തെറ്റിച്ച് അവരുടെ ഇബാദത്തിനെ ബാത്തിലാക്കണമെന്നതാണ് ഈ പറയപ്പെട്ട ദാരിമി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്ലാൻ എന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിതിരെ പാരമ്പര്യമായി പഠിച്ചു വന്ന നിസ്കാരത്തിൽ ദുന്യവിയായ ചിന്തകളോ ഉഖ്റവിയായ മറ്റ് ചിന്തകളോ പാടില്ല. നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓത്ത്
ദിക്റുകൾ തുടങ്ങിയ അവകളുടെ അർത്ഥം ആശയമൊക്കെ ചിന്തിക്കുക എന്നല്ലാതെ അതും ചിന്തിച്ച് കാട് കയറാൻ പാടില്ല എന്നാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇബാദത്ത് ധന്യമാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇത്തരം പേക്കൂത്തുകൾ പ്രചരിപ്പിക്കുന്ന, അതുപോലെ ജനങ്ങളുടെ ഇബാദത്ത് മുടക്കുന്ന ഈ ജാസൂസുകളുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളിൽ വഞ്ചിതരാകരുത്. നമ്മുടെ ഇബാദത്തുകളൊക്കെ ഇഖ്ലാസോടെയും ഖുശൂഅോടെയും പൂർണ്ണമായി നിർവഹിക്കുവാനും അത് നിർവഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഇത്തരത്തിലുള്ള വക്രബുദ്ധികളുടെ കെണിവലകളിൽ പെടാതെ ഇബാദത്ത് സംരക്ഷിക്കുവാനും അതുവഴി ദുന്യാവും ആഖിറവും വിജയിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.